الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما حافظوا على الصلوات والصلاة الوسطى وقوموا لله قانتين فإن خفتم فرجالا أو ركبانا فإذا أمنتم فاذكروا الله كما علمكم ما لم تكونوا تعلمون. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും അള്ളാഹുവിൻ്റെ കൽപ്പനകൾ കേട്ടും അനുസരിച്ചും അതിന് കീഴ്പ്പെട്ടും ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നോടും നിങ്ങളോടുമായി വസീയത്ത് ചെയ്യുകയാണ്. വ്യാപകമായി കൊണ്ടിരിക്കുന്ന നമ്മുടെ നാട്ടിലെ ലഹരി ഉപയോഗം അത്തരം ആളുകളെ ശരിയായ ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ വേണ്ടിയുള്ള ലഹരി വിമുക്ത കേന്ദ്രങ്ങൾ, ഡി അഡിക്ഷൻ സെൻ്ററുകൾ, അത്തരമൊരു കേന്ദ്രത്തിൽ കഴിഞ്ഞൊരു ദിവസം ഏകദേശം 10-60 ആളുകളുള്ള ഒരു സ്ഥാപനത്തിൽ പലപ്പോഴായും അവിടെ നിന്നും ചികിത്സ കഴിഞ്ഞ് പോയ ആളുകൾ വീണ്ടും അവിടെ തിരിച്ചെത്തുന്ന ധാരാളം ആളുകളെ പരിചയപ്പെടാൻ അവസരമുണ്ടായി. അപ്പോൾ അവരോടെല്ലാം ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇത്രമാത്രം തെറ്റായ ഒരു കാര്യം അത് ജീവിതത്തിൽ നിന്ന് പിഴുതെറിയണമെന്ന് തീരുമാനിച്ചിട്ടും പിന്നെ എങ്ങനെ നിങ്ങൾ അതിലേക്ക് തിരിച്ചു വന്നു എന്ന ചോദ്യത്തിന് അവരുടെ മറുപടി അത്ഭുതകരമായിരുന്നു. അവരിൽ അധിക പേരും പറഞ്ഞത്, ഇവിടെ നിന്ന് ഞങ്ങൾ നമസ്കാരം വളരെ കൃത്യമായി ശീലിച്ചിരുന്നു, പക്ഷെ ഇവിടെ നിന്ന് പോയതിനു ശേഷം ആ നമസ്കാരം നിലനിന്നപ്പോഴെല്ലാം ഞങ്ങൾ ലഹരിയിൽ നിന്നും മാറി നിന്നുകൊണ്ടാണ് ജീവിച്ചത്. എന്നാൽ ആ നമസ്കാരം പതുക്കെ പതുക്കെ ഇല്ലാതാവുകയും നമസ്കാരം നിന്നു പോവുകയും ചെയ്തപ്പോൾ വീണ്ടും ലഹരിയിലേക്ക് തിരിച്ചു വന്നു എന്നതാണ്. സത്യത്തിൽ നമസ്കാരവും നമ്മുടെ ജീവിതവും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തെയാണ് ആ അനുഭവസ്ഥർ നമുക്ക് പറഞ്ഞു തരുന്നത്. വളരെ വലിയൊരു ആശയമാണ്. നമ്മളിൽ എല്ലാവരിലുമുള്ള നന്മ നമ്മുടെ നമസ്കാരത്തിൻ്റെ ഗ്രേഡ് അനുസരിച്ചിട്ടാണ്. നമുക്കെല്ലാവർക്കും അറിയാം,
നമ്മുടെ എല്ലാവരുടെയും നമസ്കാരം ഒരുപോലെയല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. നമസ്കാരത്തിന് വ്യത്യസ്തമായ തലങ്ങൾ, വ്യത്യസ്തമായ രൂപങ്ങൾ നമ്മളെല്ലാവരും സ്വീകരിക്കുന്നുണ്ട്. അതിൻ്റെ റക്അത്തിന്റെ എണ്ണത്തിലോ റുക്കൂഇന്റെ എണ്ണത്തിലോ സുജൂദിന്റെ എണ്ണത്തിലോ അല്ല. ആ നമസ്കാരത്തോട് നാം കാണിക്കുന്ന ആത്മാർത്ഥത, അതിനു നാം കാണിക്കുന്ന ഗൗരവബോധം, അതിനു വേണ്ടി നാം മെനക്കെടുത്തുന്ന സമയം, അതിനെക്കുറിച്ചുള്ള നമ്മുടെ മനസ്സിലെ ആ ചിന്ത, അത് നിർവഹിക്കുവാനുള്ള ആഗ്രഹം, അത് നിർവഹിച്ചാലുള്ള ആത്മസംതൃപ്തി, ഇതെല്ലാം നമുക്ക് വ്യത്യസ്തമാകുന്നു. അതുകൊണ്ട് നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ നമസ്കാരം എത്രമാത്രം നല്ലതാകുന്നുവോ അത്രമാത്രം നമ്മളൊക്കെ നന്നാവും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എത്രയോ തവണ വിശുദ്ധ ഖുർആൻ നമസ്കാരത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നമസ്കാരത്തിൻ്റെ പ്രാധാന്യവും അതിൻ്റെ മഹത്വവും ഒന്നും നമുക്ക് ആരും പറഞ്ഞു തരേണ്ടതില്ല. ജീവിതത്തിൽ നിന്ന് അവസാന നിമിഷങ്ങൾ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന നിമിഷങ്ങൾ, അന്ത്യനിമിഷങ്ങൾ, ആ സന്ദർഭത്തെ പരിശോധിക്കുമ്പോഴും അവസാനം തൻ്റെ ബോധം നഷ്ടപ്പെട്ട് ഇടക്കിടക്ക് തൻ്റെ ബോധം തിരിച്ചു കിട്ടുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലുണ്ടായിരുന്ന ഏറ്റവും വലിയ വിഷയം എന്തായിരുന്നു? അസ്വല ഔ മാ മലക്കത്ത് ഐമാനു. രണ്ട് കാര്യം നബി പറഞ്ഞു. ഒന്ന് നമസ്കാരം, മറ്റൊന്ന് അടിമകളുടെ കാര്യം. ഈ രണ്ട് കാര്യമാണ് എടുത്തു പറയുന്നത്. അപ്പോൾ നിസ്കാരം എന്നത് എത്ര പ്രാധാന്യപൂർവ്വം നിർവഹിക്കേണ്ട ഒരു കാര്യമാണ്. അപകടത്തിൽപ്പെട്ട് വളരെ അടിയന്തരമായി ഹോസ്പിറ്റലിൽ എത്തിച്ച് ആദ്യത്തെ പ്രാഥമിക ശുശ്രൂഷകളും കാര്യങ്ങളൊക്കെ നടന്ന് മണിക്കൂറുകൾ പിന്നിട്ട് 4, 5, 6 മണിക്കൂർ കഴിഞ്ഞിട്ട് ആ രോഗിനോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് അപകടം പറ്റിയ ശേഷം 2 നിസ്കാരം കഴിഞ്ഞു പോയല്ലോ, നിസ്കരിച്ചിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ നിസ്കരിച്ചിട്ടില്ലല്ലോ എന്ന മറുപടി. സത്യത്തിൽ ജീവിതത്തിൽ എന്ത് തിരക്കും എന്ത് ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നാലും, ഒരുപക്ഷെ പ്രസവത്തിന്റെ വേദനയിൽ കിടക്കുമ്പോൾ പോലും, പ്രസവം കഴിയുമ്പോഴല്ലേ അശുദ്ധി ഉണ്ടാവുന്നത്, ആ സന്ദർഭത്തിൽ പോലും എന്താണ് എൻ്റെ നമസ്കാരം എന്ന് ചോദിക്കുന്ന എത്ര പേരുണ്ട്? അത്തരമൊരു ഗൗരവ ബോധം നാം നമസ്കാരത്തിന് കൽപ്പിക്കുന്നുണ്ടോ എന്നതാണ് ഏറ്റവും പ്രധാനം. സൂറത്തുൽ ബഖറയിലെ 238, 239 ആയത്തുകളാണ് തുടക്കത്തിൽ ഓതിയത്. ഹാഫിദു അലസ്സലവാത്ത്, നമസ്കാരങ്ങളിൽ നിങ്ങൾ ശ്രദ്ധ പുലർത്തണം. അല്ലാഹ് പറയാണ്, വസ്സലാത്തിൽ വുസ്ത, ശ്രേഷ്ഠമായ ഉത്കൃഷ്ടമായ നമസ്കാരത്തിൽ പ്രത്യേകിച്ചും ശ്രദ്ധ വേണം. അസ്ര നമസ്കാരമാണ് അതെന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. വഖൂമൂ ലില്ലാഹി ഖാനിതീൻ, ആ നിസ്കാരം നിങ്ങൾ ഭക്തിയോടുകൂടെ നിർവഹിക്കുകയും വേണം. ഇനി പറയുന്നു നോക്കൂ നിങ്ങൾ, വഇൻ ഖിഫ്തും ഫരിജാലൻ ഔ റുക്ബാനാ, ഇനി നിങ്ങൾ ഭയത്തിന്റെ ശത്രുവിനെയോ അല്ലെങ്കിൽ ഒരു വന്യമൃഗത്തെയോ ഒക്കെ പേടിച്ചൊരവസ്ഥയാണ്, മനുഷ്യൻ ഏറ്റവും വലിയ പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഭയപ്പെട്ട ഒരവസ്ഥയിലാണെന്ന് വിചാരിക്കൂ. അങ്ങനെയാണെങ്കിൽ ഫരിജാലൻ ഔ റുക്ബാനൻ, നിങ്ങൾ കാൽനടയായിക്കൊണ്ടോ അല്ലെങ്കിൽ വാഹനത്തിൽ ഇരുന്നു കൊണ്ടോ നിങ്ങൾക്ക് നിസ്കരിക്കാം. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, നിസ്കാരത്തിൽ ഖിയാം, നൃത്തം എന്നത് നിർബന്ധമായ കാര്യമാണ്. നിസ്കാരത്തിന്റെ റുക്നുകളെയും അർക്കാനുകളെയും ശുറൂത്തുകളെയും പോലും, ഒരു പക്ഷെ ഖിബലയെപ്പോലും തൽക്കാലം മാറ്റി നിർത്താൻ അനുവാദം നൽകുന്നത് എന്തടിസ്ഥാനത്തിലാണ്? നല്ല നിസ്കാരം നിർവഹിക്കണം, അത് സമയത്ത് നിർവഹിക്കണം. ഇത് പേടിച്ച് നിൽക്കുന്ന സമയത്ത് പോലും നിങ്ങൾ നിസ്കരിക്കണം. അത് വാഹനപ്പുറത്തിരുന്നിട്ടായാലും നടന്നിട്ടായാലും എന്നാണ്. എന്നിട്ട് എന്താണ് അള്ളാഹു പറയുന്നത്? അങ്ങനെ നിങ്ങൾ നിർഭയരായി കഴിഞ്ഞാൽ, പേടിയൊക്കെ പോയാൽ നിങ്ങൾ എന്ത് ചെയ്യണം? പിന്നെ അള്ളാഹുവിനെ സ്മരിക്കണം, നിങ്ങൾ നിസ്കരിക്കണം. ഏതുപോലെ? കമാ അല്ലമകും മാ ലം തകൂനൂ തഅലമൂൻ, നിങ്ങൾക്ക് എങ്ങനെയാണോ നിസ്കാരത്തെക്കുറിച്ച് അറിയാത്ത കാലത്ത് നിസ്കാരം നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന രൂപം ഏതാണോ അതേ രൂപത്തിലാണ് നിർഭയത്വത്തിലാവുമ്പോൾ നിങ്ങൾ നമസ്കരിക്കേണ്ടത് എന്ന് പറയുന്നു. അപ്പൊ നമസ്കാരത്തിന്റെ അടിസ്ഥാന കാര്യങ്ങളിൽ പോലും വിട്ടുവീഴ്ച തന്നുകൊണ്ടുപോലും നിസ്കാരം വളരെ കണിശമായി നിർവഹിക്കണമെന്നാണ് അള്ളാഹു പറയുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മളുമായി ബന്ധപ്പെട്ട ആളുകളോട് നമുക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപദേശം, തൗഹീദ് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപദേശം നിസ്കരിക്കണം എന്നാണ്. നമ്മൾ ചോദിക്കണം, നമ്മുടെ സഹപ്രവർത്തകരോട് ചോദിക്കണം, നമ്മുടെ വീട്ടിൽ ജോലിക്ക് വരുന്നവരോട് ചോദിക്കണം, നമ്മുടെ ബന്ധുക്കളോട് ചോദിക്കണം, നാം രോഗികളെ സന്ദർശിക്കുമ്പോൾ ചോദിക്കണം. അവരുടെ മതത്തെ ചോദ്യം ചെയ്യാനല്ല, സ്നേഹത്തോടുകൂടെ അവർ നിസ്കരിക്കുന്നില്ലെന്നറിയുന്നുവെങ്കിൽ അവരോട് നിസ്കരിക്കാൻ പറയണം.
ഒരു പക്ഷേ ഗൗരവത്തോടുകൂടെ ഈ നിസ്കരിക്കാതെ നടക്കുന്ന ആളുകളോട് ഒന്നതിൻ്റെ ഗൗരവത്തോടുകൂടെ നാളെ ഖബറിൽ ആദ്യത്തെ ചോദ്യം അതാണ് കേട്ടോ. നരകത്തേക്ക് നേരെ നടന്നു പോണ ആളുകളോട് ചോദിക്കുന്നത്, നിങ്ങൾ എന്തുകൊണ്ടാണ് മാ സലക്കക്കും ഫീ സഖർ ഖാലൂ ലൻ നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നിസ്കരിച്ചിരുന്നില്ല എന്നായിരിക്കും അവിടെ ഒന്നാമത്തെ മറുപടി. അതുകൊണ്ട് നരകത്ത് പോണ ആൾക്കാരെ നിസ്കരിക്കാത്തവരാണ് എന്ന് സുഹൃത്തുക്കളെ പറഞ്ഞു കൊടുക്കണം. അങ്ങനെ അതൊക്കെ ഉസ്താദുമാർ പറഞ്ഞോളും, മൗലവിമാർ പറഞ്ഞോളും, അല്ലെങ്കിൽ പള്ളിക്കെന്ന് കേട്ടോളും എന്ന് വിചാരിക്കേണ്ട കാര്യമല്ല സുഹൃത്തുക്കളെ. നമസ്കാരം അത്രയും ഗൗരവപരമാണ്. പല സഹോദരിമാരും നമ്മുടെ ഈ ഓൺലൈനിലൊക്കെ ക്ലാസ്സുകളും പ്രസംഗങ്ങളും ഒക്കെ കേട്ട് അവർ നിസ്കരിക്കുന്നവരാവും. അപ്പോൾ ഈ നിസ്കരിക്കാത്തവരുടെ ഭർത്താക്കന്മാരുണ്ടാവുമല്ലോ, രാവിലെ കിടന്നുറങ്ങണ വക്തിന്, അവരെക്കുറിച്ച് അവർ പ്രകടിപ്പിക്കുന്ന വേദനയും വിഷമവും. അപ്പോൾ അവരൊക്കെ ആഗ്രഹിക്കുന്നത്, ഞങ്ങൾ പറഞ്ഞാൽ ഒരു പക്ഷേ അവർ കേൾക്കില്ല. അദ്ദേഹത്തിന് എത്ര സുഹൃത്തുക്കളുണ്ട്, അവരൊക്കെ നിസ്കരിക്കുന്ന ആൾക്കാരാണല്ലോ, ഒരു പ്രാവശ്യം അയാളെ എന്തേ ഇവരാരും പള്ളിക്കകത്ത് വിളിക്കാത്തത്? വളരെ വേദനയോടുകൂടെ പല സഹോദരിമാരും ചോദിക്കണേ, ഈ നിസ്കരിക്കാൻ പള്ളിയിൽ പോകുന്ന ആളുകൾ എന്താണ് അവരെ കൂടെ നടക്കുന്ന ഇവനെ ഒന്ന് നിസ്കരിക്കാൻ വിളിക്കാത്തതെന്ന് ചോദിക്കണം. സുഹൃത്തുക്കളെ, നിസ്കാരം അത്രയും പ്രധാനമാണ്. നമ്മൾ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവരോട് ചോദിക്കുവാനുള്ള ഒരു ബാധ്യത നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നാണ്. ഫത്തഖുല്ലാ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. മസ്തതഅതും, നിങ്ങൾക്ക് കഴിയുന്ന പോലെ. വസ്മഉ വഅതിയു വഅൻഫിഖു ഖൈറൻ ലിഅൻഫുസികും വമൻ യൂക ശുഹ്ഹ നഫ്സി ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. നമ്മളെല്ലാവരോടും പറയേണ്ട വാക്കാണ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. കഴിയുന്നത് പോലെ പരമാവധി നമ്മുടെ ജീവിതത്തിൻ്റെ തലങ്ങളിൽ നിന്ന് നിർബന്ധമായി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിർവഹിക്കണം. അള്ളാഹിനെ കേൾക്കണം, അള്ളാഹ് പറയുന്നത് അനുസരിക്കണം, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കണം എന്നൊക്കെ നിരന്തരമായി നമ്മൾ ഉപദേശിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നമസ്കാരം വളരെ വലിയൊരു കാര്യമാണ്. ഇനി നിസ്കരിക്കുന്ന നമ്മളെ കുറിച്ച് പറയാം. നിസ്കരിക്കുമ്പോൾ ഈ നമസ്കാരം ഒന്ന് ഏറ്റവും നല്ല രൂപത്തിൽ നിർവഹിക്കണം എന്നൊരാഗ്രഹം ഉണ്ടല്ലോ, അത് നമ്മുടെ വിശ്വാസത്തിൻ്റെയും ഈമാനിൻ്റെയും ഏറ്റവും വലിയ നിലവാരമാണ് സുഹൃത്ത്. ഇനി നിസ്കരിക്കണമല്ലോ എന്ന് ചിന്തിക്കുന്നവരുമുണ്ട്. ഇപ്പം ലോഹർ നിസ്കരിച്ചിട്ടുള്ളൂ, അപ്പൊക്കെ അസറായല്ലോ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. നിസ്കരിക്കുക എന്നുള്ളത് ശരിക്കും നിസ്കരിക്കണം. എൻ്റെ നിസ്കാരം എനിക്ക് പരമാവധി എൻ്റെ കഴിവനുസരിച്ച് എനിക്ക് നിർവഹിക്കണം എന്നൊരാഗ്രഹം ഉണ്ടല്ലോ, അത് നമ്മുടെ വിശ്വാസത്തും ഈമാനെന്നും ദീനെന്നൊക്കെ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അത് നമ്മുടെ മനസ്സിൽ എപ്പോഴും നമ്മൾ നിലനിർത്തി കൊണ്ടുപോകാൻ ആഗ്രഹിക്കണം. 5 നേരം നിസ്കരിക്കുന്നവനാകുക എന്ന് പറഞ്ഞാൽ അത് ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം. ഏറ്റവും വലിയ സൗഭാഗ്യമാണ് 5 നേരത്തെ നമസ്കാരം വളരെ കൃത്യതയായി നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ. എത്ര ഗൗരവമുള്ളതാ നോക്കൂ നിങ്ങൾ. അൽ അഹ്ദുല്ലദീ ബൈനനാ വബൈനഹുമുസ് സലാ ഫമൻ തറകഹാ ഫഖദ് കഫർ. എൻ്റെയും അവിശ്വാസികളുടെയും ഇടയിലുള്ള വ്യത്യാസം നമസ്കാരമാകുന്നു എന്നാണ്. ആരെങ്കിലും അത് ഉപേക്ഷിച്ചാൽ അവൻ കാഫിറായി എന്നാണ്. നിസ്കാരം മനഃപൂർവ്വം ഉപേക്ഷിക്കുന്നവൻ കാഫിറായി എന്നാണ്. സ്വഹാബത്തിന്റെ മനസ്സെന്തായിരുന്നു പറയുന്നത്? ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ലാ ഹല്ല ഫിൽ ഇസ്ലാം ലിമൻ തറക സ്വലാ. നിസ്കാരം ഉപേക്ഷിക്കുന്ന ആൾക്ക് ഇസ്ലാമിൽ ഒരു വിഹിതവുമില്ല, ഒരു ഓഹരിയുമില്ല. അവൻ മുസ്ലിമാണെന്ന് പറയാൻ യാതൊരു അവകാശവുമില്ല. നമ്മൾ ഒരു വേള ചിന്തിക്കണം. നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ പരിചയങ്ങളിൽ നിസ്കരിക്കാത്ത ആൾക്കാരെ കുറിച്ച് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. എന്താണ് സഹോദരങ്ങളെ നമസ്കാരം? നമസ്കാരം എന്നത് യഥാർത്ഥത്തിൽ എന്ത് ദീൻ്റെ കാര്യങ്ങൾ പറഞ്ഞാലും അതിൻ്റെ യുക്തിയും കാര്യങ്ങളും അന്വേഷിക്കുന്ന ആളുകളുണ്ട്. ദീന് ഇബാദത്ത് എന്നൊക്കെ പറഞ്ഞാൽ അള്ള പറഞ്ഞോ നമ്മൾ അതേപോലെ ചെയ്യാം, അതിൻ്റെ അപ്പുറത്തേക്ക് വേറൊന്നുമില്ല. ആ നമസ്കാരം വളരെ താഴ്മയോടുകൂടെ, അള്ളാഹുവോട് ഏറ്റവും വിനയത്തോടുകൂടെ, നന്ദിയോടുകൂടെ നമുക്ക് നിർവഹിക്കാനൊരു കർമ്മമാണ് നിസ്കാരം. അത് അങ്ങനത്തെ ഒരാൾക്ക് പറ്റുള്ളൂ. അള്ളാഹു ഇത്രയൊക്കെ സഹോദരങ്ങളെ ജീവിത സൗകര്യങ്ങളും അനുഗ്രഹങ്ങളും ഒക്കെ തന്നിട്ട് അതിനു വേണ്ടിയുള്ള ഓട്ടപ്പാച്ചിലിനിടയിൽ നമ്മളെ ഒന്ന് പിടിച്ചു നിർത്തി പള്ളിൻ്റെ മുമ്പിൽ നിർത്തിയിട്ട് ഒന്നെടുത്ത് പള്ളിക്ക് കയറുവാനുള്ള ഒരറിവ് അള്ളാഹിനെ കുറിച്ച് നമുക്ക് വേണം. അതാണ് എൻ്റെ ഈ ഓട്ടം ഏത് നിമിഷവും നിർത്താൻ അള്ളാഹുവിന് പറ്റും. ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് അതൊക്കെ നിയന്ത്രിക്കുന്നവൻ പടച്ചോനാണ്. അതുകൊണ്ട് എന്ത് തിരക്കുണ്ടെങ്കിലും അള്ളാഹ്ക്കുള്ള ആ ഒരു കാര്യം നീക്കി വെച്ചിട്ടേ എനിക്ക് ബാക്കി പറ്റൂ എന്ന് തീരുമാനിക്കാൻ പറ്റുക എന്നുള്ളതാണ് നിസ്കാരത്തോടുള്ള നമ്മുടെ ഏറ്റവും വലിയ മാർഗം. ബാങ്കിൽ എന്താ പറയല്? ബാങ്ക് കേൾക്കുമ്പോൾ എന്താ പറയല്? ജീവിതത്തിൽ പലപ്പോഴും പല പ്രയാസങ്ങളെക്കുറിച്ചും പറയുന്നവനോട് നമ്മൾ സ്നേഹത്തോടെ ചോദിക്കണം, നിസ്കരിക്കലുണ്ടോ? കാര്യം നിസ്കരിക്കാത്ത ആളുകൾക്ക് സുഹൃത്തുക്കൾ ഒരു കുരുത്തവും ജീവിതത്തിൽ ഉണ്ടാവില്ല. അതല്ലേ നമ്മൾ ബാങ്ക് കേൾക്കുമ്പോൾ എന്താ
പിന്നെ ഹയ്യ അലൽ സ്വലാ, ഹയ്യ അലൽ ഫലാഹ്. നമ്മളിപ്പോഴും കേട്ടില്ലേ, എന്താ ഹയ്യ അലൽ ഫലാഹ്? വിജയത്തിലേക്ക് വരൂ എന്നാണ്. ഇഹപര വിജയങ്ങളുടെ അടിസ്ഥാന മാനദണ്ഡം നമസ്കാരമാണ്. അത് നാടൊട്ടുക്കും കേൾക്കെ ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു, വിജയത്തിലേക്ക് വരൂ എന്നാണ്. സൂറത്ത് മുഅ്മിന്റെ തുടക്കം എന്താണ്? ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു. ഒന്നാമത്തെ അടയാളം എന്താ? അവർ നമസ്കാരം ഭക്തിപൂർവ്വം നിർവഹിക്കുന്നവരാകുന്നു. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ജീവിത വിജയം, ഇഹത്തിലും പരത്തിലുമുള്ള വിജയത്തിന്റെ അടിസ്ഥാന മാനദണ്ഡം ആ നമസ്കാരമാണ്. അത് എത്ര നന്നായി നിർവഹിക്കുന്നുവോ അതിനനുസരിച്ചാണ് അതിൻ്റെ കാര്യം. നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു വചനമാണ് അവ്വലുമായി യുഹാസബു അലൈഹിൽ മർഅ് യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ ആദ്യ വിചാരണ നിസ്കാരത്തിനാണ്. എന്താ അതിൻ്റെ അർത്ഥം? ഖിയാമത്ത് നാളിൽ ആദ്യം വിചാരണ ചെയ്യുക നിസ്കാരാണ് പറഞ്ഞാൽ, നിസ്കരിച്ചോ എന്ന ചോദ്യത്തിന് അതെ എന്ന മറുപടി ഉണ്ടെങ്കിലേ ബാക്കി ചോദ്യങ്ങളുള്ളൂ എന്നാണ്. നിസ്കരിച്ചോ എന്നതിന് അതെ എന്ന മറുപടി ഉണ്ടെങ്കിലേ അതിന്റെ ബാക്കി ചോദ്യങ്ങളുള്ളൂ എന്നാണ്. അത് ആദ്യ വിചാരണ നിസ്കാരാണെന്നല്ല. സ്വലാഹുക സ്വലാഹു ബഖിയ്യത്തിൽ അഅ്മാൽ. പണ്ഡിതന്മാർ പറഞ്ഞു, അത് നന്നായാൽ ബാക്കിയുള്ള പ്രവർത്തനങ്ങളൊക്കെ നന്നായി എന്നാണ്. അത് തകരാറായാൽ എല്ലാ പ്രവർത്തനങ്ങളും തകരാറായി എന്നാണ്. എന്തൊക്കെ നന്മകളാണ് നമ്മൾ ഈ നമസ്കാരം അത് ഫലവത്തായി നിർവഹിച്ചാൽ. ഇൻഷിറാഹും ഫിസ്സദർ, മനസ്സിന് ഭയങ്കര ഇവിടെ ഇടങ്ങേറായി ഇങ്ങനെ നടക്കും. ശരിക്കും നിസ്കരിക്കണ ഒരാൾക്ക് ആ മനസ്സിൽ അങ്ങനത്തെ ഒരു ഇടങ്ങേറുണ്ടാവില്ല. മനസ്സിന് ഒരു ഭയങ്കര ഒരു സമാധാനം കിട്ടുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് എന്തോ ഒരു പ്രത്യേകമായ ഒരു സന്തോഷം നമ്മുടെ മനസ്സിന്, മനസ്സിന് ഭയങ്കര സമാധാനം. ഇതൊക്കെ പണ്ഡിതന്മാരെ എണ്ണി പറഞ്ഞ കാര്യം. മുഖത്ത് ഭയങ്കരമായ ഒരു പ്രകാശം, ഒരു പ്രസന്നത. അതേപോലെ തന്നെ വസക്കാഉം ഫിൽ അഖൽ, നമ്മുടെ ബുദ്ധി വർക്ക് ചെയ്യുന്നതാണ്. നമുക്ക് എന്തെങ്കിലും ചിന്തിക്കാനും ആലോചിക്കാനും ഒക്കെ കഴിയുന്നൊരവസ്ഥ ഉണ്ടാവുന്നത്. ഖുവ്വത്തും ഫിൽ ബദൻ, ശാരീരികമായ ഒരു ശക്തി നിലനിൽക്കും ശരിയായി നിസ്കരിക്കുന്ന ആൾക്കെന്നാണ്. വഹിഫ്ലുൻ ലിന്നിഅമ, അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹങ്ങളെല്ലാം അള്ളാഹു സംരക്ഷിക്കുന്ന, നിസ്കരിക്കുന്ന ആൾക്ക് അള്ളാഹു കൊടുത്ത കാര്യങ്ങളൊക്കെ നിലനിർത്താൻ. വബർക്കത്തും ഫിൽ ഉംർ, ആയുസ്സിൽ ബർക്കത്ത് ലഭിക്കുമെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ മഗ്ഫിറത്തുൻ ലിദുനൂബ്, പാപങ്ങൾ പൊറുക്കപ്പെടുന്നു. എത്ര കാര്യങ്ങളാണ്. ഇന്നൽ ഇൻസാന ഖുലിക ഹലൂഅ ഇദാ മസ്സഹു ശർറു ജസൂഅ വ ഇദാ മസ്സഹുൽ ഖൈറു മനൂഅ. അതൊക്കെ അള്ളാഹ് വ്യക്തമായി പറഞ്ഞ കാര്യമാണ്. അസ്വസ്ഥനാകുന്ന മനുഷ്യൻ, അതിന് ആരാണ് ഒഴിവ്? നിസ്കരിക്കുന്നവരാണ് അതിൽ ഒഴിവ് എന്നുള്ളതാണ്. അല്ലദീന ആമനു വതത്മഇന്നു ഖുലൂബുഹും അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ദിക്ർ, അഖമി സ്വലാത്തിൽ ദിക്ർ, ഏറ്റവും വലിയ ദിക്ർ എന്താണ്? നിസ്കാരാണ്. ആ നിസ്കരിക്കുന്നവന് മനസ്സമാധാനം ഉണ്ടാകുമെന്നാണ്. വലഖദ് നഅലമു അന്നക യളീഖു സദ്റക ബിമാ യഖൂലൂൻ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വകും മിനസ് സാജിദീൻ. നിന്റെ മനസ്സിന് ഈ ശത്രുക്കൾ പറയുന്ന ആരോപണങ്ങളും ആക്ഷേപങ്ങളും കേൾക്കുമ്പോൾ നിന്റെ മനസ്സിന് പ്രയാസമുണ്ടാകുന്നുണ്ട് എന്ന് എനിക്കറിയാം പ്രവാചകനെ. ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വകും മിനസ് സാജിദീൻ. അല്ലെന്തേ പരിഹാരം പറഞ്ഞു കൊടുത്തു? സുജൂദ് ചെയ്തോ, നിസ്കരിച്ചോ, തസ്ബീഹ് ചൊല്ലിക്കോ. ഏത് ശത്രുവിന്റെ ആക്ഷേപവും മനപ്രയാസവും നിനക്ക് നീങ്ങിപ്പോകും എന്നാണ് അള്ളാഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുന്ന നിർദ്ദേശം. സുഹൃത്തുക്കളെ, പാപമോചനം ലഭിക്കും, തെറ്റുകൾ പുറത്തു കിട്ടും. എത്ര പറഞ്ഞു മാ മിൻ ഇംറിഇൻ മുസ്ലിമിൻ തഹ്ലുറുഹു സ്വലാ. ഒരു നിർബന്ധ നമസ്കാരം ഒരാൾക്ക് വന്നു, എന്നിട്ട് ഫയുഹ്സിനു വുളുഅഹ, ശരിക്ക് വുളു എടുത്തു, വഖുശൂഅഹ, ശരിക്ക് ഭക്തി കാണിച്ചു, അവർ റുകൂഅഹ, അതിന്റെ റുകൂഉം ഖുശൂഉം ഒക്കെ കൂടെ വെച്ചിട്ട് അവൻ നിസ്കരിക്കുകയാണെങ്കിൽ ഇല്ലാ കാനത്ത് കഫാറ, അവന് പുറത്തു കൊടുക്കുന്നതാണ്. ലിമാ ഖബലഹ, അതിന് മുമ്പുള്ളതൊക്കെ പുറത്തു കൊടുത്തിരിക്കുന്ന മിന ദുനൂബ് മാലൻ തുക്ത കബീറ, വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ചെറുതൊക്കെ പുറത്തു പോകുന്നതാണ് പറയുന്നത്. മൻ തവല്ലഹ നഹ്വ വുളൂഇ ഹാദാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉളുടുത്തിട്ട് പറഞ്ഞേ, ഞാൻ ഈ ഉളുടുത്ത പോലെ ഒരാൾ ഉളുടുത്തു, സുമ്മ സല്ല റകഅതൈൻ, പിന്നെ 2 റകഅത്ത് നമസ്കരിച്ചു കഴിഞ്ഞാൽ ഗഫറല്ലാഹു ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ കഴിഞ്ഞ പാപങ്ങളൊക്കെ പുറത്തു കൊടുക്കുമെന്നാണ്. എത്ര വിശാലമായ ഔദാര്യങ്ങളാണ് അള്ളാഹു നമസ്കാരത്തിന്റെ പേരിൽ നമുക്ക് നൽകാനിരിക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കും. നിങ്ങൾ മാത്രമല്ല, ജീവിതത്തിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി എന്തൊക്കെ പ്രതിസന്ധികളുണ്ടോ അവിടെയൊക്കെ ഒരു നിസ്കാരമല്ലേ? മഴയ്ക്ക് വേണ്ടി നിസ്കാരമല്ലേ സുഹൃത്തുക്കളെ? മഴ ഒന്നിങ്ങനെ പറഞ്ഞപ്പോൾ നമ്മൾ ആലോചിച്ചില്ലേ? നാൽക്കാലികൾ ചത്തൊടുങ്ങുമ്പോൾ, ഭൂമി വരണ്ടുണങ്ങുമ്പോൾ, കുടിവെള്ളം നിന്നു പോകുമ്പോൾ പരിഹാരം സ്വലാത്തുൽ ഇസ്തിസ്ഖാണ്. ഗ്രഹണം, പ്രാപഞ്ചികമായ രംഗത്ത് വ്യത്യാസങ്ങൾ കാണുമ്പോൾ പരിഹാരം പറഞ്ഞ നിസ്കാരമാണ്. ഒരാൾ മരിച്ചു, അവസാനം നമുക്കൊരു സമാധാനം എന്താ? നിസ്കാരമല്ലേ? ആ മയ്യത്ത് നിസ്കാരമല്ലേ സുഹൃത്തുക്കളെ അവസാനത്തെ സമാധാനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എന്തെങ്കിലും പേടി തോന്നിയാൽ ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിൽ അഭയം തേടുമെന്ന് നമുക്ക് ഹദീസുകളിൽ കാണാൻ പറ്റും. എന്ത് പ്രയാസത്തിനും
അപ്പോൾ ഇത്രമാത്രം പ്രാധാന്യം നമുക്ക് നിർദ്ദേശിക്കപ്പെട്ട നമസ്കാരമാണ്. അപ്പം ആ നമസ്കാരം മാറുമ്പോൾ ജീവിതം മാറും. നമ്മുടെ നിസ്കാരത്തിൻ്റെ ഗ്രേഡ് മാറുമ്പോൾ നമ്മൾ തന്നെ ആളാകെ മാറും. ഇപ്പം നമ്മളെ ദീൻ എന്താണോ അതിനനുസരിച്ച് നിസ്കാരക്കാരപ്പം നമ്മൾ കൊണ്ടുനടക്കേണ്ടത്. നമ്മുടെ നിസ്കാരത്തിൻ്റെ രൂപം മാറുമ്പോൾ നമ്മുടെ ദീനിൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥ തന്നെ മാറും. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു ബിമാ ബിഅൻഫുസിഹിം. സ്വയം ഒരു മാറ്റം വരുത്താതെ അള്ളാഹ് ഒരു മാറ്റം വരുത്തൂലാണ്. അപ്പോൾ മാറ്റം വരണമെങ്കിൽ നാം സ്വയം നമ്മുടെ നമസ്കാരങ്ങൾക്ക് ഒരു മാറ്റം വരുത്താൻ തീരുമാനിക്കണം. ഉദാസീനത, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിസ്കാരത്തിൽ ഉദാസീനത വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ദീനിലും ആ ഉദാസീനത വരും. പിശാച് നമ്മളെ പിടിക്കും. നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത തലങ്ങളിലേക്ക് പിടിച്ചു കൊണ്ടുപോയി മാനം കെടുത്താനും നരകത്തേക്ക് എത്തിക്കുവാനും പിശാചിന് പറ്റും. സുഹൃത്തുക്കളെ, മനസ്സിൽ അങ്ങനെ നിസ്കരിക്കണതിനെ പറ്റി ആലോചിക്കുമ്പോൾ ഒരു ഭയങ്കര ഒരു പ്രയാസവും ബുദ്ധിമുട്ടൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നും കൂടിയൊക്കെ ദീന് പഠിച്ച് ഒന്നും കൂടിയൊക്കെ കേട്ട് ഒന്നും കൂടിയൊക്കെ ഖുർആൻ മനസ്സിലാക്കി നമ്മൾ ജീവിതമാണ്. കാരണം അത് കാപഢ്യമാണ്, അത് നിഫാഖാണ്. നിസ്കാരത്തെക്കുറിച്ച് നിസ്കാരം ഒരു വലിയ ഭാരമായി പ്രയാസമായി വിചാരിക്കുക എന്ന് പറഞ്ഞാൽ അത് നിഫാഖാണ്, കാപഢ്യമാണ്. ആ മനസ്സിനെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? മാറ്റിയെടുക്കണം. ഇന്നൽ മുനാഫിഖീൻ യുഖാദിഊന അല്ലാഹ് വഹുവ ഖാദിഉഹും വഇദാ ഖാമു ഇലസ്സലാത്തി ഖാമു കുസാല. മടിയന്മാരായിട്ട് ഇവിടെ നിസ്കരിക്കാൻ നിൽക്കുള്ളൂ എന്നാണ്. അപ്പം നിസ്കാരം ആത്മാർത്ഥതയോടെ താല്പര്യത്തോടെ ഇഷ്ടത്തോടുകൂടെ അടുത്തൊരു നിസ്കാരം നമ്മൾ കാത്തിരിക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മുടെ നമസ്കാരത്തെ പരിവർത്തിപ്പിക്കണം. അതുകൊണ്ട് തീർച്ചയായും 5 നേരം നിസ്കരിക്കുന്നവരല്ലേ വെള്ളിയാഴ്ച ഇതുപോലൊരു പള്ളിക്കൊക്കെ ജുമായൊക്കെ വരണമെങ്കിൽ 5 നേരം മിനിമം നിസ്കരിക്കണോലേ അതിന് മെനക്കെട്ട് വരുള്ളൂ. അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ റോട്ടുമക്കത്തിലൊരു പള്ളിക്ക് കയറി തൽക്കാലം അവസാനത്തെ ജുമാൻ്റെ 2ാമത്തെ റക്കായത്തും കിട്ടി ഒരു റക്കായത്ത് ഒറ്റയ്ക്ക് നിസ്കരിച്ചിട്ട് അവസാനം ഇറങ്ങിപ്പോലാണ് ആകെ വെള്ളിയാഴ്ചത്തെ പരിപാടി. നിസ്കാരത്തിൻ്റെ നിലവാരം ഏറ്റവും കുറഞ്ഞു വന്നാൽ അവസാനം അത് വെള്ളിയാഴ്ച ചുരുങ്ങും. ആ വെള്ളിയാഴ്ച തന്നെ എത്രയാവുന്ന നിങ്ങൾ മടി കൊണ്ടും അലസത കൊണ്ടും ഇനി പള്ളിക്ക് പോയില്ലേന്ന് അപ്പുറത്ത് ചെല്ലുമ്പോൾ ഒരാൾ ചോദിക്കാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യും? അവസാനമുണ്ട് കുറച്ച് ആൾക്കാർ, ഒരു സംഘം ആളുകൾ നിസ്കാരം കഴിയാൻ സമയത്ത് വന്ന് കടമ തീർത്തു പോകുന്ന ആളുകളുണ്ട്. നമ്മളെന്തായിരുന്നാലും അതിനേക്കാളൊക്കെ ഉയർന്ന നിലവാരത്തിലുള്ളത്. പക്ഷേ ഇനിയും നമ്മൾ അല്പം കൂടെ നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തേണ്ടത് നമ്മൾ ഓരോരുത്തരും എന്നതാണ് ഈ ഖുർആനിക വചനങ്ങളിൽ നിന്നും നബി വചനങ്ങളിൽ നിന്നും മനസ്സിലാകുന്നത്. നാളെ സ്വർഗം നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് നിസ്കാരം. നരകമോചനം വാഗ്ദാനം ചെയ്ത നിസ്കാരം. ഏതായാലും നമ്മൾ നിസ്കരിക്കേണ്ട സുഹൃത്തുക്കളെ, അതിൻ്റെ അർത്ഥമറിഞ്ഞ് ആശയമറിഞ്ഞ് ഭക്തിയോടുകൂടെ അത് നിർവഹിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുവാണ്. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന റജുല ലയൻസരിഫു വമാ കുതിബ ലഹു ഇല്ലാ ഉശ്റു സ്വലാത്തിഹി തുസ്ഉഹാ വസുമുനുഹാ വസുബുഹാ വസുദുസുഹാ ഖുംസുഹാ റുബുഹാ സുലുസുഹാ നിസ്ഫുഹാ. ഒരാൾ നിസ്കരിച്ചു, അങ്ങനെ നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടി അയാൾ എഴുന്നേറ്റ് പോവുകയാണ്. അപ്പോൾ അയാൾക്ക് പ്രതിഫലമായി നിശ്ചയിക്കപ്പെട്ടു കഴിഞ്ഞു 10-1, അല്ലെങ്കിൽ 9-1, അല്ലെങ്കിൽ 8-1, അല്ലെങ്കിൽ 7-1, അല്ലെങ്കിൽ 6-1. അപ്പോൾ ഓരോരുത്തരുടെ നിസ്കാരത്തിൻ്റെയും പ്രതിഫലം വ്യത്യസ്തമാണ് എന്നാണ്. ചില ആളുകൾക്ക് 3-1 കിട്ടും, ചില ആൾക്ക് നിസ്ഫുഹ പകുതി കിട്ടും എന്നാണ്. ആലോചിച്ച് നോക്ക് നിങ്ങൾ, എത്ര വ്യത്യാസമുണ്ട് ഓരോ നിസ്കാരത്തിനെന്നാണ്. അപ്പോൾ ആ നമസ്കാരത്തോട് കാണിക്കുന്ന താല്പര്യമാണതിന്. അതിന് 2 തരം ഒരുക്കുണ്ട്. ഒന്ന് അൽ ഇസ്തിഅദാദുൽ മാദിയ എന്ന് പറയും, നമ്മളെ കൊണ്ട് ഭൗതികമായി ചെയ്യാൻ പറ്റും കാര്യം. ഒന്ന് ശരിക്കെടുക്കുക. മറ്റൊന്ന് നമ്മൾ ആ സമയത്ത് പല്ല് തേക്കുക, അതേപോലെ തന്നെ വുളുവിന് ശേഷമുള്ള ദിക്റുകൾ ചെല്ലുക, പള്ളി കയറുമ്പോഴുള്ള ദിക്റ് ചെല്ലുക, അതേപോലെ തന്നെ പള്ളിക്ക് നേരത്തെ വരിക, അതേപോലെ തന്നെ സമാധാനത്തോടുകൂടെ പള്ളിയിലേക്ക് നടന്നു വരിക, 1ാമത്തെ സഫിലെത്താൻ ശ്രമിക്കാം, ഇമാമുനേറ്റവും അടുത്ത് നിൽക്കാൻ വേണ്ടി ശ്രമിക്കാം, മുമ്പും ശേഷവുമൊക്കെ ഉള്ള സുന്നത്തുകൾ ശരിക്കും നിർവഹിക്കുക. അതേപോലെ തന്നെ പറ്റുകയാണെങ്കിൽ വന്നിട്ട് കുറച്ച് സമയം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാം. ഇതൊക്കെ ഭൗതികമായി നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരുക്കങ്ങളാണ്. എന്നാൽ മാനവികമായിട്ടുള്ള ഒരുക്കങ്ങളുണ്ട്, ആശയപരമായിട്ടുള്ള. അതായത് നിസ്കരിക്കുമ്പോൾ നമ്മൾ അള്ളാഹിൻ്റെ മുമ്പിലാണ് നിൽക്കണം എന്നുള്ള വിചാരം, അതേപോലെ തന്നെ നമ്മൾ ശരിക്കും ആ പറയുന്ന വാക്കുകളൊക്കെ കാര്യങ്ങളൊക്കെ ആലോചിക്കാം. അതേപോലെ തന്നെ തസ്ബീഹും തഹ്മീദൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥങ്ങളും ആശയങ്ങളും വിശദീകരണങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാകുക. നിസ്കാരത്തിലുള്ള പ്രാർത്ഥനകൾ ഏറ്റവും അധികം ഉത്തരം കിട്ടുന്നതാണെന്നുള്ള ബോധത്തോടു കൂടെ നമ്മൾ അള്ളാഹുവോട് ചോദിക്കുക. അങ്ങനെ ആ നമസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവും നമുക്ക് ശരിയായ ഭക്തി കിട്ടും. വളരെ കുറഞ്ഞ അധ്വാനം കൊണ്ട് റക്കാത്ത് നിസ്കാരം നമുക്ക് പഠിക്കാം. എങ്ങനെ കൈയ്യട്ടണം, എങ്ങനെ റുക്കൂ പോകണം, റുക്കൂ പോകുമ്പോൾ എവിടെ കൈ വെക്കണം, എത്ര കുനിയണം ഒക്കെ പഠിക്കും. ഒറ്റ റക്കാത്ത് നേരായാൽ മതി.
നിസ്കാരം മൊത്തം നേരാവും. അതിനൊരു സമയം നമ്മൾ കണ്ടുപിടിച്ച് നമ്മുടെ നമസ്കാരവും അതിലെ പ്രാർത്ഥനകളും എല്ലാം ശരിയാക്കി എടുത്ത് ശരിയായ രൂപത്തിൽ നമ്മൾ നമസ്കരിക്കുകയും അതോടൊപ്പം അത് കണ്ടാണ് നമ്മുടെ മക്കളും നമ്മുടെ കുടുംബങ്ങളൊക്കെ നിസ്കാരം ശീലിക്കുന്നത്. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ ഒളു കൊടുത്തു, എങ്ങനെ നിസ്കരിച്ചു, അതുപോലെ നിസ്കരിക്കാനും ഒളു കൊടുക്കാനും നമസ്കാരത്തിൻ്റെ ഗൗരവത്തോടു കൂടെ കാണുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇതുവരെ നാം നമസ്കരിച്ചതിനേക്കാളും ഭക്തിപൂർവമായി ഏകാഗ്രതയോടെ സ്വീകാര്യപ്രദമായ രൂപത്തിൽ നിസ്കാരം നിർവഹിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹുവെ, ഞങ്ങളിന്ന് വന്നുപോയ തെറ്റുകളെ, കുറ്റങ്ങളെ, പാപങ്ങളെ ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തന്നെ റഹ്മാനെ. ധാരാളം ആളുകൾ നമ്മളൊക്കെ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്ന രോഗങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുള്ള ആളുകൾ, അള്ളാഹുവിടെ ബുദ്ധിമുട്ടുകളെല്ലാം അള്ളാഹുവിന് നീക്കി കൊടുക്കണമേ റഹ്മാനെ. രോഗികളായ ആളുകൾക്ക് നീ രോഗശമനത്തെ പ്രദാനം ചെയ്യണമേ റഹ്മാനയുടെ ബന്ധുക്കൾക്ക് മനസ്സമാധാനവും മനസ്സന്തോഷവും നീ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത് മുസ്തഖറൻ വ മുഖാമാ ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين.